നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പോർച്ചുഗൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അയർലൻഡിനോട് പരാജയപ്പെട്ട കളിയിൽ മത്സരം 60 മിനിറ്റ് കഴിയുന്ന ഘട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെഡ് കാർഡ് കിട്ടി. ക്രിസ്ത്യാനോ എതിർത്താരത്തെ എൽബോ ചെയ്തു എന്നതിനാണ് ആ റെഡ് കാർഡ് കിട്ടുന്നത്. പിന്നെ ആരാധകരോട് ചില റിയാക്ഷൻസൊക്കെ ക്രിസ്ത്യാനോ കാണിച്ചു. എന്തായാലും വാർ ചെക്ക് ചെയ്ത റഫറി അത് റെഡ് കാർഡ് കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആ റെഡ് കാർഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, ആ സംഭവങ്ങളെക്കുറിച്ച് എന്ന് ചോദിക്കുന്നു റോബർട്ടോ മാർട്ടീനസിനോട്, പോർച്ചുഗലിൻ്റെ കോച്ചിനോട്. കളിക്ക് ശേഷം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അയർലൻഡിൻ്റെ കോച്ചിൻ്റെ കളിക്ക് മുമ്പുള്ള പ്രസ്താവന റഫറിമാരെ സ്വാധീനിക്കാനായിരുന്നു. അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അവരുടെ കളിക്കാരൻ അയാളുടെ റിയാക്ഷൻ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചു. ക്രിസ്ത്യാനോ യഥാർത്ഥത്തിൽ ചെയ്ത കാര്യത്തേക്കാൾ കൂടുതൽ വേഴ്സനായിട്ടാണ് അതിപ്പോൾ പലരും പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ CR7 ഈ റെഡ് കാർഡിന് കാരണമായി കാണുന്നത് അദ്ദേഹത്തിൻ്റെ പാഷനാണ്. ടീം തോൽക്കുമ്പോഴുള്ള ഫ്രസ്ട്രേഷനിൽ നിന്ന് വന്നതാണത്. അതാണ് എനിക്ക് വേണ്ടത്. ഓരോ കളിക്കാരനും ടീം തോൽക്കുന്നത് ഇഷ്ടപ്പെടാതെ വളരെ പാഷനേറ്റായിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തിൽ ഹാപ്പിയാണ് എന്നുകൂടി ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നുണ്ട്. കളിക്ക് ശേഷമുള്ള കോച്ചിൻ്റെ വാക്കുകളിലേക്ക് നമ്മളത് പോവുകയാണ്. അദ്ദേഹത്തോട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെഡ് കാർഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനോയെ പോലുള്ളൊരു കളിക്കാരന് പെനാൽറ്റി ഏരിയയിൽ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. കോൺസ്റ്റൻ്റ്ലി ഡിഫൻഡേഴ്സ് അദ്ദേഹത്തെ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു പ്രഷർ അദ്ദേഹത്തിൻ്റെ മേലെ ഇട്ടുകൊണ്ടേയിരുന്നു. ഒരു വയലൻസും യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടില്ല. ഈ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്ന ആളുകളെ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആ കാര്യത്തിൽ അൺലക്കിയാണ് റെഡ് കാർഡ് കിട്ടിയതിൽ. യഥാർത്ഥത്തിൽ അതെന്തായിരുന്നു, അതിനേക്കാൾ വേഴ്സായിട്ടാണ് അതിനെ പലരും കാണുന്നത്. ദേശീയ ടീമിന് വേണ്ടി അദ്ദേഹത്തിന് ലഭിക്കുന്ന ആദ്യ റെഡ് കാർഡാണ്. തീർച്ചയായിട്ടും ഇത്രയധികം കളി കളിച്ചിട്ടും ആദ്യമായിട്ടാണ് റെഡ് കാർഡ് കിട്ടുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അൺബിലീവബിളാണ്. പിന്നെ ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചത്, റീസൺ ഫോർ ദി റെഡ് കാർഡ് ഈസ് ഹിസ് ഗ്രേറ്റ് പാഷൻ ആൻഡ് ഹിസ് ഫ്രസ്ട്രേഷൻ വെൻ ദി നാഷണൽ ടീം ഡസൻറ്റ് വിൻ. അതാണ് അവിടെ കാരണമായിരിക്കുന്നത്. അത് നമ്മൾ കണ്ടറിയണം, നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ പുറകിലുള്ള റീസൺ എന്ന് പറയുന്നത് കളിയോടുള്ളൊരു പാഷനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീം വിജയിക്കാതിരിക്കുമ്പോഴുള്ളൊരു ഫ്രസ്ട്രേഷനുമാണ്. സോ എല്ലാ പ്ലെയേഴ്സിനും ഇതാണ് വേണ്ടത്. എല്ലാ പ്ലെയേഴ്സിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഈ പാഷനും ടീമിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമൊക്കെയാണ്. ക്രിസ്ത്യാനോ പോലൊരു സ്ട്രൈക്കർക്ക് ഡിഫൻഡേഴ്സിനെ ഡീൽ ചെയ്യുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത്രയധികം നേരം ഫിസിക്കൽ കോൺടാക്റ്റൊക്കെ വെച്ച് അദ്ദേഹത്തെ അവർ ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് അവരുടെ കോച്ചിന് പ്രസ് കോൺഫറൻസിൽ റഫറിയെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാം. അതുപോലെ അവരുടെ ഡിഫൻഡർക്ക് റിയാക്ഷൻസ് ഗ്രൗണ്ടിൽ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ പിന്നെ എന്താണ് അവിടെ യാഥാർത്ഥ്യം? നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഈ ഇമേജസ് തീർച്ചയായിട്ടും ആക്ച്വലി എന്തായിരുന്നു അതിനേക്കാൾ വേഴ്സനായിട്ടാണ് കാണിക്കുന്നത്. അതൊരു എൽബോ സ്ട്രൈക്ക് എന്ന രൂപത്തിലേക്ക് അവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ ഒരു പുഷ് മാത്രമാണ് നടത്തുന്നത്. 60-70 മിനിറ്റോളം അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടാവുകയും അദ്ദേഹത്തെ അവർ ഹെൽഡ് ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്യുന്നു. സോ ഡിഫൻഡേഴ്സിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഫ്രീ ആവാൻ അദ്ദേഹം ശ്രമിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് 40 വയസ്സായി കഴിഞ്ഞു. സോ സെയിം പാഷൻ ഇപ്പോഴും അദ്ദേഹം നിലനിർത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരം ദേശീയ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ എന്ത് പാഷനായിരുന്നോ അതേപോലെ തന്നെ ഇപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു. ചുരുക്കത്തിൽ റോബർട്ടോ മാർട്ടിനസ് തൻ്റെ സൂപ്പർ താരം, തൻ്റെ ടീമിലെ വെറ്ററൻ താരം, തൻ്റെ ടീമിലെ നായകനെ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.